ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്നുള്ള പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് അവസാനത്തെ റെവല്യൂഷനായിട്ടുള്ള റഷ്യൻ റെവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ ഏതാനും ചില ഭാഗങ്ങളോടെയാണ് റഷ്യൻ റെവല്യൂഷൻ, റഷ്യൻ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും കോമൺ ആയതുകൊണ്ട് ഞാനിതാണ് പറയുന്നത്, മലയാളമാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടുത്തെ സമൂഹത്തിൽ അവിടുത്തെ കർഷകരും പിന്നെ അവിടുത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വം നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ ഇവർ തൊഴിലാളികളാണെന്ന് പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കളിപ്പാട്ടം മുതൽ യന്ത്രങ്ങൾ വരെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? അഭിമാനം, അവരുടെ ഡിഗ്നിറ്റീനെ ഇവർക്ക് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവർ പറഞ്ഞത് കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കൈയെടുക്കാൻ കഴിവുള്ള തക്കവണ്ണം സ്വാതന്ത്ര്യമാണ് അവർക്ക്. എന്ത് വേണം? ഫ്രീഡം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞ സ്ലോഗൻ ഇതാണ്: സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ, എല്ലാ ഉൽപ്പാദന ഉപാധികളും ജനങ്ങൾക്ക്. എന്നുവെച്ചാൽ എന്ത് വെച്ചിരുന്നത്? ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്താണ്? സ്വകാര്യ സ്വത്തുടമ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? നശിക്കണം. അങ്ങനത്തെ സമ്പ്രദായം വേണ്ട. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ ഉൽപ്പാദന ഉപാധികളും ജനങ്ങൾക്കാണ്. മനസ്സിലായി പറഞ്ഞത്? ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. എന്താണ്? എല്ലാ അധികാരവും ആർക്കാണ്? ജനങ്ങൾക്കാണ്. മനസ്സിലായോ? നോ വൺ എക്സെപ്റ്റ് ഫ്രം വർക്ക്. എന്താണ്? അധ്വാനം എല്ലാവരും ചുമതലയാണ്. അതിൽ നിന്ന് ആർക്കും എന്ത് ചെയ്യുന്നില്ല? ഒഴിച്ചിട്ടിട്ടില്ല. ഒരാൾ വർക്ക് ചെയ്യുക, മറ്റൊരാൾ വർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഡ്യൂട്ടിയാണ് എന്ത്? ജോലി ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? എന്താണ്? നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ നോട്ട് ജസ്റ്റ് റൈറ്റേഴ്സ് അല്ലേ. അപ്പോൾ എന്താണ്? ഞങ്ങൾ വെറുതെ കലാപകാരൻ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇവരെന്താണ്? വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാനും മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഇവരെന്ത് ചെയ്യും? വിപ്ലവകാരായിട്ട് തുടരും തന്നെ പറഞ്ഞേക്കാണ്. ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. അപ്പം അവിടുത്തെ ഫാമേഴ്സും വർക്കേഴ്സും പറഞ്ഞ സ്ലോഗൻ അല്ലെങ്കിൽ അവർ മുദ്രാവാക്യം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉന്നയിച്ചത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? വേറെ നട്ടല്ല, റഷ്യ ഭരിച്ചിരുന്നത് സാരിസ്റ്റ് അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാരായിരുന്നു. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാമേഴ്സിനെയും ഫാക്ടറി എംപ്ലോയീസിനെയും എന്ത് ചെയ്യുമായിരുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെ ലോ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവായിരുന്നു. ഇനി കുറേ പേർക്ക് എന്ത് നഷ്ടപ്പെട്ട്? അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അവരെന്ത് ചെയ്യേണ്ടി വന്നു? ടാക്സും പേ ചെയ്യേണ്ടി വന്നു. മനസ്സിലായോ? റഷ്യയുടെ കാർഷിക വരുമാനം വളരെ കുറവായിരുന്നു. ഇനി ഭൂമി നഷ്ടപ്പെട്ട കർഷകർക്കും എന്ത് ചെയ്യേണ്ടി വന്നായിരുന്നു? നികുതി ഭാരം അനുഭവിക്കേണ്ടി വന്നു. ഇനി വളരെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് ഏറ്റവും സമ്പന്നമാണ് നമ്മുടെ റഷ്യ. പക്ഷേ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഡസ്ട്രിയിലെ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്തായിരുന്നു? ഭയങ്കര കുറവായിരുന്നു. ഇനി അതുള്ളത് മുഴുവൻ ആരെ കൺട്രോൾ ചെയ്യുന്നത്? ഫോറിനേഴ്സ്, വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. ഇത്തരം കാരണം കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ഈ മുദ്രാവാക്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. റഷ്യയിലെ റൈറ്റേഴ്സിലെ എഴുത്തുകാരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡൻ ചെക്കോവ്. ഇന്നത്തെ നിങ്ങൾ ആരൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്? ലിയോ ടോൾസ്റ്റോയ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആൻഡൻ ചെക്കോവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി പറഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും പ്രശ്നങ്ങളെപ്പറ്റി എഴുതാൻ തുടങ്ങി. അവരിന്ന് എഴുതുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആരൊക്കെ എഴുതാൻ തുടങ്ങി? ഇവിടുത്തെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാർ.
എപ്പോഴും നിങ്ങൾ എഴുത്തുകാർ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും, അവർ സമൂഹത്തിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അതായിരിക്കും അവരെ കൃതികളിൽ കൂടുതലായിട്ട് എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടാവും എല്ലാ കഥകൾക്കും കവിതകൾക്കൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൊട്ട് കേട്ടോ. ഈ സമയത്ത് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും എന്ത് സ്പ്രെഡ് ചെയ്തു. ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചെയ്തു മാർക്സിസ്റ്റ് ആശയങ്ങൾ കൂടുതൽ എന്ത് ചെയ്തു? വ്യാപിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തൊഴിലാളികൾക്ക് എന്തായി മാറി? ഒരു ആവേശമായി മാറി. അവർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം എന്താണ്? തൊഴിലാളികൾക്കായിരിക്കണം കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കിട്ടേണ്ടതെന്ന് ആര് പറഞ്ഞു? ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും പറഞ്ഞു. ക്ലിയർ ആണ് പറഞ്ഞത്? എന്നിട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ എന്താണ് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. ഓക്കെ, നമ്മളെന്താ പറഞ്ഞത് നമുക്കൊന്നും കൂടി പറയാം. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡൻ ചക്കോവ് ഇവരൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെ പറ്റി എഴുതാൻ തുടങ്ങിയവർ. മാർക്സിസ്റ്റ് ആശയങ്ങളുമായിട്ട് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും വന്നു. അവർ പറഞ്ഞത് സുപ്രീമസി എന്ന് പറഞ്ഞാൽ കൂടുതൽ അധികാരം വർക്കേഴ്സിനായിരിക്കണം, ക്യാപിറ്റലിസ്റ്റിന് ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ നിയന്ത്രിക്കുന്നതിനേക്കാളും കൂടുതൽ ആർക്കായിരിക്കണം അധികാരം? വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടെ തൊഴിലാളികൾക്കായിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്ത് വന്നു? അവിടെ ട്രേഡ് യൂണിയൻസ് വന്നു, തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. ബേസ്ഡ് ഓൺ മാർക്സിസ്റ്റ് ഐഡിയോളജി, മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, രണ്ടായിട്ട് പിരിഞ്ഞു. എന്നിട്ട് ഒന്നാമത് മെൻഷെവിക്കെന്നും രണ്ടാമത് ബോൾഷെവിക്കെന്നുമായി മാറി. മെൻഷെവിക്ക് കൺട്രോൾ ചെയ്തിരുന്നത് അലക്സാണ്ടർ കെരൻസ്കിയും ബോൾഷെവിക്ക് നിയന്ത്രിച്ചിരുന്നത് ലെനിനും ട്രക്ടോസ്കിയുമായിരുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? 1905 റഷ്യ ജപ്പാൻ വാർ നടന്നു. റഷ്യയും ജപ്പാനും തമ്മിൽ എന്ത് നടന്നു? യുദ്ധം നടന്നു. ഇതിൽ റഷ്യ എന്ത് ചെയ്തു? തോറ്റുകയും ചെയ്തു. അങ്ങനെ ക്രൈസിസ് കൂടുതൽ വേഴ്സ്റ്റായി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. നിങ്ങൾക്കറിയാലോ, ഒരു യുദ്ധം നടന്നു എന്ത് സംഭവിക്കും? ഒരുപാട് പേര് മരിക്കപ്പെടും. പിന്നെ എന്ത് സംഭവിക്കും? അവിടുത്തെ പ്രകൃതി നശിക്കും, മൊത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്തു? പെട്രോഗാർഡ് എന്ന സ്ഥലത്ത് അവരെന്ത് ചെയ്തു? ഓർഗനൈസ് സമ്മേളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ് വേണമെന്ന് പറഞ്ഞു. എന്താണ്? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും വേണമെന്ന് ആര് പറഞ്ഞു? അവിടുത്തെ വർക്കേഴ്സ് പറഞ്ഞു. എന്നിട്ട് അവർ 1905 ജനുവരി 9 പെട്രോഗാർഡ് എന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ഒരു മാർച്ച് ചെയ്തു. ഈ മാർച്ചിനെ അവിടുത്തെ സോൾജേഴ്സ് അല്ലെങ്കിൽ പട്ടാളക്കാരെന്ത് ചെയ്തു? എതിർത്തു. അവരെന്ത് ചെയ്തു? പട്ടാളക്കാർ വെടിവെച്ചു. അങ്ങനെ 100 കണക്കിന് തൊഴിലാളികൾ എന്ത് ചെയ്തു? മരിക്കപ്പെട്ടു. ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് ബ്ലഡി സൺഡേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് ബ്ലഡി സൺഡേ. ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ രക്തരൂഷിത ഞായറാഴ്ച എന്ന് ഈ സംഭവം അറിയപ്പെടും. സ്ട്രൈക്ക് നടത്താനായിട്ട് വർക്കേഴ്സ് ഓർഗനൈസേഷൻ, അതിൻ്റെ പേരാണ് സോവിയറ്റ്, ഫോം ചെയ്തു. എന്താണ്? സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലത്ത് തൊഴിലാളികളുടെ സംഘടനയെ വിളിക്കുന്ന പേരാണ് സോവിയറ്റ് രൂപീകരിക്കപ്പെട്ടു. എന്നിട്ട് സ്ട്രൈക്ക് ഗെയിൻ മാസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമരം ശക്തമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ എംപറർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ദ്യൂമ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഫോം ചെയ്യേണ്ടി വന്നു. എന്താണ്? ദ്യൂമ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സമരം ശക്തമായപ്പോൾ ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ അവിടുത്തെ ചക്രവർത്തി നിർബന്ധനായി. ഈ ദ്യൂമ പ്രകാരം ഈ രാജാവിന്, അവിടുത്തെ രാജാവിൻ്റെ പേരാണ് നിക്കോളാസ് II കേട്ടോ, അദ്ദേഹത്തിന് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ദ്യൂമേനെ മറികടന്നുകൊണ്ട് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒന്നാം ലോകത്തിൽ പങ്കെടുത്തു. അതിൽ ഒരുപാട് സോൾജേഴ്സ് എന്ത് ചെയ്തു? മരിക്കപ്പെട്ടു. ഈ വാറിൽ എന്ത് ചെയ്തു? ഒരുപാട് സോൾജേഴ്സ് എന്ത് ചെയ്തു? മരിക്കപ്പെട്ടു. അനേകായിരം റഷ്യൻ സൈനികർ മരിക്കപ്പെട്ടു. ഫുഡ് ഷോർട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 1917 ഭക്ഷണ ദൗർലഭ്യം വരികയും എന്താണ്? ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ പെട്രോഗാർഡിൻ്റെ തെരുവുകളിലും എന്താണ്? ക്ലെയിമറിങ് ഫോർ ബ്രെഡ്, റൊട്ടിക്ക് വേണ്ടി എന്ത് ചെയ്ത്? പ്രകടനം നടത്തി. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി പറയാം. വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ പേരാണ് സോവിയറ്റ്. സോവിയറ്റ് മെയിൻലി ഫോം ചെയ്തതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രൈക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈക്ക് ഭയങ്കര മാസീവ് ആയപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് സമരം ഭയങ്കര ശക്തമായപ്പോൾ അവിടുത്തെ എംപറർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടുള്ള എന്താണ്? ദ്യൂമ ഫോം ചെയ്യേണ്ടതായിട്ട് വന്നു.
പിന്നെ ദ്യൂമ പ്രകാരം രാജാവിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നിക്കോളാസ് രണ്ടാം എന്ത് ചെയ്തു, ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരുപാട് റഷ്യൻ സോൾജേഴ്സ് ഇതിലെന്ത് ചെയ്തു, മരിക്കപ്പെട്ടു. അങ്ങനെ 1917 ഫുഡ് ഷോർട്ടേജ് വന്നു, എന്ന് പറഞ്ഞാൽ ഭക്ഷണ ദൗർലഭ്യം വന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗാൻ്റെ സ്ട്രീറ്റിൽ ക്ലെയിമറിംഗ് ഫോർ ബ്രെഡ്, റൊട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, പ്രകടനം നടത്തി. ആദ്യം സോൾജേഴ്സ് എന്ത് ചെയ്തു, ഈ പ്രകടനങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, എതിർത്തെങ്കിലും പിന്നീട് എന്ത് ചെയ്തു, ഈ സൈനികർ വർക്കേഴ്സിനൊപ്പം കൂടിച്ചേർന്നു. അവരും എന്ത് ചെയ്തു, വർക്കേഴ്സിനൊപ്പം നിന്നു. അങ്ങനെ നിൽക്കാനുള്ള കാരണം ഫസ്റ്റ് വേൾഡ് വാറിന് സമയത്ത്, ഒന്നാം ലോകത്തിൻ്റെ സമയത്ത് സൈനികർ അനുഭവിച്ച ട്രാജിക് എക്സ്പീരിയൻസുകളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ദുരിതങ്ങളായിട്ടുള്ള കുറച്ച് കഥകളുണ്ട്. അത് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ എന്താണ്, സൈനികരും കൂടി വർക്കേഴ്സിനൊപ്പം നിന്നപ്പോൾ പെട്രോഗാഡ് പ്രദേശം എന്ത് ചെയ്തു, വർക്കേഴ്സ് ക്യാപ്ചർ ചെയ്യുകയും നിക്കോളാസ് രണ്ട് എന്ത് ചെയ്തു, ത്രോൺ ഔട്ട് ചെയ്തു. എന്താണ് എന്നുവെച്ചാൽ എന്താണ്, നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും ചെയ്തു. എന്നിട്ട് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് അവിടെ ഫോം ചെയ്തു. ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ എന്ത് ചെയ്തു, നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും അവിടെ ഒരു താൽക്കാലികമായിട്ടൊരു ഗവൺമെൻറ് എന്ത് ചെയ്തു, അലക്സാണ്ടർ കെരൻസ്കി നേതൃത്വത്തിൽ രൂപീകരിച്ചു. ഈ സംഭവത്തെ വിളിക്കുന്നതാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോം ചെയ്തവരെ നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊവിഷണൽ ഗവൺമെൻറ് വിളിക്കുന്നതാണ്, പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോം ചെയ്ത ഇവൻ്റെ വിളിക്കുന്ന പേരാണ് ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം. പക്ഷേ ഒരു കൂട്ടം സോവിയറ്റ്സ് എന്ത് ചെയ്തില്ല, ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തില്ല, എന്ന് പറഞ്ഞാൽ ഓപ്പോസ് ചെയ്തു, എതിർത്തു. പ്രധാനമായിട്ടും ഓപ്പോസ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ലെനിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. ലെനിൻ എന്ത് ചെയ്തു, ഈ പ്രൊവിഷണൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഓപ്പോസ് ചെയ്തു. ലെനിൻ ബോൾഷെവിക്കിൻ്റെ ലീഡറാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ എൻ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദി സോവിയറ്റ്. എന്ത് ചെയ്യണം, എല്ലാ അധികാരങ്ങളും ആർക്ക് കൈമാറണം, സോവിയറ്റിന് കൈമാറുന്നതുകൊണ്ട് ബോൾഷെവിക്കുകൾ കുറച്ച് എന്തുകൊണ്ടുവന്നു, കുറച്ച് ആവശ്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.